നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു മീൻകറിയാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എനിക്കൊരു വെള്ളച്ചൂര കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. നമുക്ക് എങ്ങനെ മീൻകറി വെക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് കിടക്കാം. നമുക്ക് ഇതിന് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ 1 കിലോ വെള്ളച്ചൂരിയാണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചിയുണ്ട്, കുറച്ച് ചുമന്നുള്ളിയുണ്ട്. ഞാൻ വെളുത്തുള്ളി എന്ന് പറയുന്നത് അത് ചതച്ച്, ചിലരാണെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞാണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ ഒന്ന് ചതച്ച് ചെയ്തിട്ടുണ്ട്. ചതച്ച് ചെയ്യുന്നതാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ. അതുപോലെ ഇഞ്ചി അതുകൊണ്ട് നമ്മൾ ചതച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുമന്നുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി ഇടുന്നത് നല്ല ടേസ്റ്റാണ് മീൻ കറിക്ക് ഇടുന്നത്. ഒരുപാട് വേണ്ട. അതുപോലെ വടക്കംപുളിയാണ്. എല്ലാവരും നോക്കുമ്പോൾ കുറച്ച് വടക്കംപുളിയേ ഉള്ളെന്ന് വിചാരിക്കും. പക്ഷേ ഇത് നല്ല ഉറയുള്ള, നല്ല പുളിയുള്ള വടക്കംപുളിയാണ്. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് കരിയാപ്പില. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു ചട്ടി എടുത്ത് വെക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിൽ സ്റ്റൗ കത്തിക്കാം. ഞാനിപ്പം ഇത് കറിയൊക്കെ ചെയ്തിട്ട് കുറച്ച് കറിയുടെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി. ഞാൻ കമ്പോള നിലവാരമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. വീണ്ടും ഞാൻ കുക്കിങ്ങിലേക്ക് വന്നേക്കുവാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കൊരു അളവുണ്ടല്ലോ, എത്ര ചട്ടിയിൽ ഒഴിക്കാൻ നമുക്ക് അറിയാം എത്ര കാണുമെന്നിത്. നമുക്ക് 3 സ്പൂണോളം വെളിച്ചെണ്ണയുണ്ട്. നമുക്കത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം. ചൂടായിട്ട് നമുക്ക് അതിൻ്റെ ശകലം കടുക് ഇടണം. നമുക്ക് അല്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം കടുക് ഇടാം. കടുകൊക്കെ നമ്മൾ കുറേശ്ശെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കടുവിനകത്തൊക്കെ ഒരുപാട് കൊളസ്ട്രോൾ ഉണ്ട്. അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കടുവ് എല്ലാം പൊട്ടിയിട്ടുണ്ട്. എപ്പോഴും നമുക്ക് തീ ആണെങ്കിൽ ഫ്ലെയിം സിമ്മിലിടുന്നതായിരിക്കും നല്ലത്. കടുവെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ആദ്യം തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെ നമുക്കും ഇടാം. നമുക്ക് അതിനകത്തോട്ട് കൊച്ചുള്ളി ഇടാൻ ഇട്ടേക്കാം. ചെറുതായിട്ട് അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി, പച്ചമണമൊക്കെ മാറി വരണം. അതുവരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് പച്ചമണം മാറണം. ഇതിനകത്തോട്ട് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ഇടാം. എനിക്ക് ഒരുപാട് എരിവ് വേണ്ടതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല. പച്ചമുളകൊക്കെ ഇടുമ്പോൾ ഒരുപാട് എരിവ് കൂടിപ്പോവും. പച്ചമുളകൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി അല്പം കരിയാപ്പില ഇടാം. നമുക്ക് ഈ വടക്കംപുളിയോടെ നമുക്ക് അങ്ങ് ഇടാം. അപ്പം ഈ പുളി ഇതിനകത്ത് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് വയൻ്റെ ആ എണ്ണയുടെയൊക്കെ ഒരു മയം പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും വടക്കംപുളിക്ക്. കുടംപുളി എന്നും പറയും, വടക്കംപുളി എന്നും പറയും. ചിലരൊക്കെ കുടംപുളി എന്നാണ്, കൂടുതലും കുടംപുളി എന്നാണ് പറയുന്നത്. ഇതിനകത്ത് മസാല എടുക്കാം. നമുക്ക് 2 സ്പൂണ് മുളക് പൊടി ചേർക്കാം. ഇത് ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് 2 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. നമുക്ക് അതിനകത്തോട്ട് ഉലുവപ്പൊടിയാണ്. ഒരുപാട് ഉലുവപ്പൊടി വേണ്ട, അല്പം കുറച്ച് മാത്രം ഒരുപാട് ഉലുവപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ കയർപ്പുണ്ടാവും. നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം. ഇനി നമുക്ക് അല്പം കുരുമുളക് ഇടാം. മീനൊക്കെ നല്ലതാണ്, കുരുമുളക് ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു 1/4 സ്പൂണോളം നമുക്ക് കുരുമുളക് ചേർക്കാം. എത്ര എരിവ് അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം. കുരുമുളക് അത്രയ്ക്ക് നല്ലതാണ്. മീൻകറി പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മൾ കറക്റ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഈ പൊടി അങ്ങോട്ട് ഇടാം. അത് നമ്മൾ തീ ഓഫ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഫ്ലെയിം ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പൊടി ഒട്ടും കരിഞ്ഞു പോകത്തില്ല, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടി മൂത്ത് പോകും. ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റവ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അന്നേരം നമ്മൾ പൊടി മൂക്കാതെ ഒരുപാട് കരിഞ്ഞു പോകത്തില്ല.
കറക്റ്റ് മൂപ്പിൽ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളത് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ഇതിനകത്ത് ഞാൻ ചൂടുവെള്ളമാണ് ഇടുന്നത്. ഇത് നല്ല ചൂടുണ്ട്, ഈ ഇതിന് നല്ല ചൂടുണ്ട്. നമ്മൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടി നല്ലത് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ ഇനി ഒന്ന് നമുക്ക് തിളയ്ക്കണം. നമുക്കിനി സ്റ്റൗ ഒന്ന് കത്തിക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മളിനി പാകത്തിന് ഉപ്പ് ചേർക്കണം. ഞാൻ ഒരു 1/2 സ്പൂൺ 3/4 സ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് അത് ഉപ്പ് കൂടിപ്പോയാൽ നമ്മൾ കുറയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് പാകത്തിന് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് വേണം നമുക്ക് മീൻ അതിനകത്തോട്ട് ഇടാൻ. നമുക്കൊന്ന് അടച്ച് വെക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് തിളയ്ക്കട്ടെ. അരപ്പൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. അരപ്പ് തിളച്ചോ നോക്കാം. നന്നായിട്ട് അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ മീൻ അങ്ങോട്ട് പറക്കിയിടാം. കാരണം നമുക്ക് കുറച്ച് വെള്ളം മതി. എന്ന് പറയുന്നത് മീൻ വേവുമ്പം ഇത് വെള്ളമാണ് ഇതിനകത്ത് നിന്ന് ഇറങ്ങുന്നത്. അപ്പം നമുക്ക് ഒരുപാട് വെള്ളം വെക്കണ്ട, കുറച്ച് വെള്ളം മതി. മീൻ വേവാൻ മാത്രമുള്ള വെള്ളം മാത്രം മതി. ഇതുകൊണ്ട് മീനിടാം. ഒരുപാട് വെള്ളത്തിൽ വെച്ചാൽ ഒരുപാട് വെള്ളത്തിൽ വെച്ചാൽ അത് അത്ര കൊള്ളത്തില്ല. അങ്ങനെ ഇതാണ് വെള്ളമൊക്കെ അരപ്പ് കുറച്ച് വെക്കുന്നതാണ് നല്ലത്. വെള്ളമൊക്കെ ഒരുപാട് വെക്കാതെ ഈ മീൻ തന്നെ അത് വേവുമ്പോൾ വെള്ളം അതിൽ തന്നെ ഇറങ്ങും. നമുക്ക് ഇനി ഒന്ന് 2 കരിയാപ്പിലയും നമുക്കിടാം. നമുക്ക് ഇതിൻ്റെ മേളിൽ ഈ 2 കരിയാപ്പിലയും ഇട്ട് തണ്ട് വെച്ചിട്ട് വെക്കാം. നമുക്കിനി അടച്ച് വെക്കാം. ഒരു 10-20 മിനിറ്റെങ്കിലും വേണം മീൻ. ഇത് കഷ്ണ മീൻ വിളഞ്ഞ ചൂര ആയതുകൊണ്ട് വേവ് കാണും. അതൊരു 20 മിനിറ്റെങ്കിലും ഇരിക്കണം. നമുക്ക് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായെന്ന്. അങ്ങനെ തിളച്ച് പറ്റി ആ എണ്ണയെല്ലാം മേളി വന്നിട്ടുണ്ട്. തിളച്ച് നമ്മൾ എപ്പോഴും മീനാണെങ്കിൽ നല്ലോണം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഫ്ലെയിമിൽ തന്നെ കിടന്ന് അത് വെന്ത് പറ്റണം. അപ്പോൾ അതിൻ്റെ എണ്ണയെല്ലാം മേളി തെളിഞ്ഞ് വരും. എന്നിട്ട് നമ്മൾ തവി ഇടാൻ പാടില്ല. നമുക്കതെടുത്തൊന്ന് കറക്കി വെച്ച് നോക്കാം. അതിൻ്റെ കളർ കണ്ടേ? അന്നേരം ആ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന കണ്ടില്ലേ? ഇതുപോലെയാണ് മീൻകറി വെക്കുന്നത്. ഇതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വെക്കുന്ന മീൻകറിക്ക്. നമുക്കൊന്ന് നോക്കാം, അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഉപ്പും പുളിയും എല്ലാം പാകത്തിനാണ് ഉള്ളത്. നിങ്ങൾ ഇതുപോലെല്ലാം ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻ്റായിട്ട് അയക്കണം. ഇത് പിറ്റേന്ന് ആകുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് വെക്കുന്നതിനെക്കാട്ടി നല്ലതാണ് പിറ്റേന്ന് അത് ഇരിക്കുമ്പോൾ. മുളക് കറി എപ്പോഴും മീൻ മുളക് അരച്ചത് പിറ്റേന്ന് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം പിടിച്ച് പിറ്റേന്ന് ഭയങ്കര ടേസ്റ്റായിരിക്കും. അങ്ങനെ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സപ്പോർട്ട് ചെയ്യണം. മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.